ഹലോ ചങ്ങായിമാരെ, അമീറാണ് കുന്നംകുളത്തങ്ങാടിൽ നിന്നും. ഇന്ന് ഞാൻ വന്ന് പറയുന്നത് രണ്ട് വണ്ടികളുടെ വിശേഷങ്ങളാണ്. ലോ ബഡ്ജറ്റിലുള്ള രണ്ട് വണ്ടികൾ. അത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന രണ്ട് വണ്ടികളാണ്. ഒന്ന് സിൽക്കി ഗോൾഡ് ആണ്, ഒന്ന് ഗ്രേ കളറാണ്. രണ്ട് വണ്ടിയും നമ്മൾ നേരിട്ടിട്ട് യു പിയിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടികളാണ്. ഒന്ന് പഞ്ചാബാണ്, ഒന്ന് രാജസ്ഥാനാണ്. ഇതെല്ലാം നല്ല അടിച്ചാപ്പൊളി വണ്ടി തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത വണ്ടികളാണ്. ഇത് രണ്ടിനും പ്രത്യേകത പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് രണ്ടും നമ്മൾ റോഡ് മാർഗം യു പിയിൽ നിന്ന് ഡ്രൈവ് ചെയ്തിട്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇഞ്ചിന്റെ കാര്യത്തിലും ബോഡിയുടെ കാര്യത്തിലും ഒരു രക്ഷയില്ലാത്ത റിസൾട്ടാണ് ഇതിന് രണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണത് 2014 G4 ആണ്. ഇത് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് യു പിയിലാണ് വണ്ടി ഉണ്ടായത്. രാജസ്ഥാൻ ആണെങ്കിലും യു പിയിൽ നമ്മൾ ബ്രോക്കർമാരെ കയ്യിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. 2014 G4 തേർഡ് ഓണർഷിപ്പ്. ഇതിൻ്റെ നമുക്ക് കാര്യമായിട്ട് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത വണ്ടി. ഹിസ്റ്ററിയൊക്കെ നോക്കാം. 2021-22 വരെ ഹിസ്റ്ററി ഉള്ളൂ. നമുക്ക് 2,10,000 കിലോമീറ്ററാണ് മീറ്ററിൽ കാണുന്നത്. ഏകദേശം അത് ജെന്യൂൻ ആയിട്ട് തന്നെയാണുള്ളത്. കാരണം മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഇതിന് ഫുള്ളായിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ല. ഏകദേശം ഒറിജിനൽ പെയിൻ്റ് ആണ് വരുന്നത്. ഞാനിവിടെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാം, ഈ ബമ്പർ നമ്മൾ പെയിൻ്റ് അടിച്ചതാണ്. അതേപോലെ സ്കേർട്ടിങ് വെച്ച് നമ്മൾ പെയിൻ്റ് ചെയ്ത്, ബാക്കി എന്താ വെച്ചാൽ മൊത്തത്തിൽ ടച്ചിങ് പോളിഷ് ചെയ്തിട്ട് ഈ ബോഡി സ്റ്റിക്കർ കൊടുത്ത് ഈ ഹാൻഡിലൊക്കെ ഒരു ബ്ലാക്ക് കളർ കൊടുത്തെന്നല്ലാതെ നമ്മളിതുമ്പോൾ കാര്യമായിട്ട് ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കേണ്ടി വന്നില്ല. അത്രയും ഒറിജിനാലിറ്റി വണ്ടിയാണ്. ഇതൊരു ഏട്ടനനിയന്മാർ ഉപയോഗിച്ചതായത് കൊണ്ട് തന്നെയാണ് നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടാൻ കാരണം. ഇതിന് ഇന്ത്യയിലേക്ക് വരാനുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഇന്ത്യയിൽ നമ്മൾ ഇവിടുന്ന് സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഷേപ്പ് ചെയ്തിട്ട് ബ്രാൻഡഡ് സീറ്റ് വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയാൻ തൈ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു ഫോർച്യൂണർ ടൈപ്പ് സീറ്റ് വർക്ക്. പിന്നെ ആൻഡ്രോയിഡ് ആണെങ്കിൽ നമ്മളെല്ലാ വണ്ടിക്കും ചെയ്യുന്നത് പോലെ തന്നെ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഇതിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡോർ പേഡ് തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട വേറൊരു കാര്യമാണ്. ഡോർ പേഡ് നമ്മൾ ചെയ്തിട്ട് ഈ ഇവിടെയൊക്കെ കുറച്ച് വൃത്തിയോടുണ്ടായിരുന്നു, നമ്മളത് ബ്ലാക്ക് അടിച്ചിട്ട് ഒരു ലുക്ക് ആക്കിയിട്ടുണ്ട്. ഇത് 8 സീറ്റോട് കൂടിയിട്ടാണ് ഈ വണ്ടി വരുന്നത്. നമുക്ക് 100% ടയർ ഉണ്ട് തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ്. 4 ടയറും ഏകദേശം 100-90% ടയർ ഉണ്ട്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നതിന് ശേഷം ബാക്കിൽ സ്കേർട്ടിങ് വെച്ച് പിന്നെ ഒരു LED റിഫ്ലക്ടർ വെച്ച് അത് അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഒരു അസലി വണ്ടിയുടെ ഒരു ലുക്കാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഈ 2012 വണ്ടി. അതുകൊണ്ട് തന്നെയാണ് ഈ 2014 G4 രാജസ്ഥാൻ നമ്പറുള്ള വണ്ടി വിത്ത് NOCയിൽ നല്ലൊരു അടിച്ചാപ്പൊളി റേറ്റിനാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 7 ലക്ഷം രൂപക്ക് ഈ വണ്ടി നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കും. 2014 G4 നല്ല അടിച്ചാപ്പൊളി വണ്ടി 7 ലക്ഷം രൂപക്ക് കസ്റ്റമർക്ക് കൊടുക്കും. അടുത്തതായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് 2013 V വണ്ടിയാണ്. ഗോൾഡൻ കളറാണ്, സിൽക്കി ഗോൾഡാണ് കളർ. ഇതും കമ്പനി ടൈപ്പ് 4 ഇറങ്ങിയുള്ള വണ്ടി തന്നെയാണ്. ഇത് പഞ്ചാബ് രജിസ്ട്രേഷനാണ്. നല്ല അടിച്ചാപ്പിളി പഞ്ചാബിൽ നിന്ന് എടുത്തുള്ള വണ്ടിയാണ്. നല്ല അടിച്ചാപ്പിളായിട്ട് നോക്കിയിട്ടുള്ള ആ ഒരു ആളെ കൊണ്ട് തന്നെ ഇതിൻ്റെ സീറ്റ് വർക്കൊന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ പെയിൻറ്റിങ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. നോർമൽ ചെയ്യുന്നത് പോലെ ഒരു ബമ്പർ മാത്രം ടച്ച് ചെയ്തിട്ട് പോളിഷ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ ഗ്ലാസ് പിന്നെ അവിടുന്ന് കൊണ്ടുവരുന്ന എല്ലാ വണ്ടിക്കും റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ ചോദിക്കും അതിങ്ങനെ വെറുതെ പൊട്ടിച്ചാണോ ആക്സിഡൻ്റ് ആണോ എന്നുള്ളത്. അത് കൂടുതലും വണ്ടികൾക്ക് 99% റീവണ്ടികൾക്കും മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന്റെ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഇത് 2013 V ആണ്, പഞ്ചാബ് രജിസ്ട്രേഷനുള്ള വണ്ടി. ഇത് നമ്മളെ ഗുരുവായൂർ RTOക്ക് NOC എടുത്തിട്ടുള്ള വണ്ടിയാണ്. ഇതിന് ഇന്ത്യയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോണ്ട് ഓടിയിട്ടുണ്ട് ഏകദേശം. ഇത് നമുക്ക് ജെന്യൂൻ ആയിട്ട് 2024 വരെ കമ്പനി സർവീസ് ഉണ്ട്. 2,10,000 കിലോമീറ്ററാണ് ആകെ ഓടിയിട്ടുള്ള ഈ വണ്ടി. അതും ജെന്യൂൻ ആയിട്ടുള്ള ഓട്ടമാണ്. ഇത് നമ്മൾ കമ്പനിയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ആ ഒരു ലുക്കിൽ തന്നെയാണുള്ളത്. ഇതിൻ്റെ ഡോർ പേഡൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇതൊക്കെ കമ്പനി ഡോർ പേഡിന് വന്ന സ്റ്റിച്ചിങ്ങും കാര്യങ്ങളാണ്. നമ്മളൊരു മാറ്റം വരുത്തിയിട്ടില്ല. കാരണം ഇതൊരു ജെന്യൂൻ വണ്ടി ആയതുകൊണ്ട് മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല. അധികം കച്ചറായിട്ടില്ല ഈ സീറ്റുകളൊന്നും. ഇത് 7 സീറ്റിലാണ് വരുന്നത്. ഇത് നമ്മൾ മാന്യമായ വിലക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 2024 വരെ കമ്പനി സർവീസ് ഉള്ള 2013 V ഓപ്ഷൻ പഞ്ചാബ് രജിസ്ട്രേഷനുള്ള വണ്ടി. NOC നമ്മൾ ഗുരുവായൂർ RTOക്ക് എടുത്തിട്ടുള്ള സിൽക്കി ഗോൾഡ് വണ്ടി, മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടി വിത്ത് NOCയിൽ നമുക്ക് 7.5 ലക്ഷം രൂപക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ 7.5 ലക്ഷം രൂപക്ക് 2013 V വണ്ടി. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം, 2 അടിച്ചാപ്പൊളി വണ്ടികളും മാന്യമായ നല്ല അടിച്ചാപ്പൊളി വിലയിലേക്കാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടികളാണ് 2 വണ്ടികൾ. നമ്മൾ കൊടുക്കുന്ന വണ്ടിക്ക് ഇഞ്ചൻ ഭാഗം ആയാലും ഗിയർ ബോക്സ് ആയാലും നമ്മളെല്ലാവരോടും അത്യാവശ്യത്തിന് തന്നെ നമ്മൾ എല്ലാ വർക്കുകളും ചെയ്തിട്ട് ഓയിലടക്കം മാറിയിട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ എല്ലാ ഇഞ്ചൻ ഭാഗത്തിനൊന്നും ടൊയോട്ടനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ബോഡിമേലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് കസ്റ്റമർ വന്ന് നോക്കി മിക്ക കസ്റ്റമറും വർക്ക്ഷോപ്പരൊക്കെ കൊണ്ടുവന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരു പരാതിക്ക് നമ്മൾ ഇടവരുത്താറില്ല. പിന്നെ പരാതി പറഞ്ഞവർ സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാതെ നമ്മളെ വണ്ടിക്ക് ഫുള്ളായിട്ട് ഗ്യാരണ്ടി നമ്മൾ തന്നെ കൊടുക്കുന്നത് കാരണം യാതൊരു പരാതികളും കസ്റ്റമർ പറയാറില്ല. അതുകൊണ്ട് ഈ 2 അടിച്ചപൊളി വണ്ടി ആവശ്യമുള്ളവരും നമ്മൾ കുന്നംകുളത്ത് അങ്ങാടിയിൽ കാർ ബസാറുമായി ബന്ധപ്പെടുക. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഈ വണ്ടികളെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ഈ 2 വണ്ടികൾക്ക് നമ്മളിപ്പോൾ തൽക്കാലം ലോൺ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് റീവണ്ടികളായതുകൊണ്ടും നമ്മുടെ ഭാഗത്തത് കൊണ്ടും നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോ വരുന്നത്. ബൈ ബൈ, സി യു.